ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, ഡോക്ടർ ഹർഷൻ അല്ലേ ഇത്? നിങ്ങൾ ആരാ? ഞാൻ ഡോക്ടറുടെ ഒരു പേഷ്യന്റാ. അർച്ചനയല്ലേ? എന്റെ പേര് സമൃദ്ധ എന്നാ. പഴയതൊന്നും മറക്കണമെന്നല്ല, പക്ഷേ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടത് സ്വീകരിക്കണം. ഞാൻ സ്വീകരിക്കാം. പഴയ സമൃദ്ധി മറക്കുകയും ചെയ്യാം. പക്ഷേ അവളോ? യഥാർത്ഥത്തിൽ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയോ? എന്നെങ്കിലും ഒരിക്കൽ പഴയ ഓർമ്മകളൊക്കെ അവൾക്ക് തിരിച്ചു കിട്ടി എന്നെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ആലോചിക്കുന്നതല്ലേ നല്ലത്? മോനെ, സമൃദ്ധ നമ്മുടെ കൂടെ വന്നിട്ട് വർഷങ്ങൾ എത്രയായി. ഇനി അവളെ അന്വേഷിച്ച് മറ്റൊരാളും വരാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോഴും അവൾ ആരാ, എന്താ, ഭൂതകാലത്തിൽ അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നോ, ഭർത്താവ് ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അമ്മേ. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും ഓർമ്മകൾ തിരിച്ചു കിട്ടി നമ്മൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ? മോനെ, അമ്മ പറയുന്നത്. അമ്മ ഇനി ഒന്നും പറയണ്ട. ആദ്യം അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് എന്നെയും മോളെയും മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് അവൾ പറഞ്ഞ അമ്മയുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ വന്ന ഈ ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ മോളുടെ അമ്മ മാത്രമായിരിക്കും. പക്ഷേ അപ്പോഴും എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഓർമ്മക്കുറവിനുള്ള മരുന്ന് കഴിച്ച് അവിടെ എങ്ങനെ ഇരുന്നാ പോരായിരുന്നോ? വെറുതെ അടുക്കളയിൽ കയറി ഇതുപോലുള്ള ഭ്രാന്ത് കാണിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഈശ്വര, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. ഏതോ ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഒന്നും വ്യക്തമാവുന്നില്ല. ഓർമ്മകൾ ഇരുട്ടിലെ ശബ്ദങ്ങൾക്കിടയിൽ എവിടെയോ കുരുങ്ങിക്കിടക്കുന്നു. ആരോടും ഒന്നും തുറന്നു പറയാനും കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും?
ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, ഡോക്ടർ ഹർഷനല്ലേ ഇത്? നിങ്ങൾ ആരാ? ഞാൻ ഡോക്ടറുടെ ഒരു പേഷ്യന്റാ. അർച്ചനയല്ലേ? എന്റെ പേര് സമൃദ്ധ എന്നാ. സച്ചേട്ടാ, ഇത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? എന്തിനാ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നേ? ഒന്ന് വേഗം വാ സച്ചേട്ടാ. വയസ്സാവുമ്പോ ഈ സ്നേഹമൊക്കെ കുറയോ സച്ചേട്ടന്? താൻ വയസ്സായെന്ന് കരുതി എനിക്ക് തന്നെ മറക്കാൻ പറ്റുമോ? എന്നോടൊപ്പമുള്ള തന്റെ ജീവിത ഗ്യാരണ്ടി ലൈഫ് ടൈമാ. മരണം കൊണ്ടല്ലാതെ സച്ചിൻ അർച്ചനയും ആർക്കും പിരിക്കാനാവില്ല. ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇവളത് എവിടെ കൊണ്ടുവച്ചു? മീരേ, മീരേ, മീരേ! എന്താ ഈ കിടന്ന് തിരയുന്നേ? ഇതെല്ലാം വലിച്ചു വാരിയിട്ട് നാശമാക്കിയല്ലോ. ഞാനൊരു 500 രൂപ ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ പോയി? ആ, 500 രൂപ എനിക്ക് വേണോന്ന് ഞാൻ അപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞാണല്ലോ. അത് കേട്ടില്ലായിരുന്നോ? ആ, എടി നാളെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ വേറെ പൈസ ഇല്ല. ദേ, നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ എനിക്ക് കൊടുക്കാനുള്ളവർക്കൊന്നും കൊടുക്കണ്ടെന്നാ? ആ, പിന്നെ ഞാനിപ്പോ എന്ത് വേണമെന്നാ? എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ നടന്നു പോണോ? നിങ്ങൾ നടന്നു പോയാലും കൊള്ളാം, ലോറി കയറി പോയാലും കൊള്ളാം. 500 രൂപ ഞാൻ തരത്തില്ല. ആ മീൻകാരന്റെ കയ്യിന്നേ മീൻ കടം വാങ്ങിച്ചിട്ട് 500 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതെനിക്ക് നാളെ കൊടുത്തേ പറ്റൂ. ഇനി അയാളുടെ കയ്യിൽ നിന്ന് കൂടി ചീത്ത കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ? വല്ലവരും ഉണ്ടാക്കി വെച്ച ബാധ്യതയെല്ലാം കൂടി എടുത്ത് തലയെ ചുമക്കാൻ തയ്യാറായി ഒരാളിവിടെ നിപ്പുണ്ടല്ലോ. എന്റെ മോളുടെയും ജീവിതം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. ദേ, നീ ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. നിന്റെയും മോളുടെയും ജീവിതം എവിടെ പോയെന്നാ നീ പറയുന്നത്?